നമശിവായ. നമസ്കാരം. ഇന്ദ്രാനന്ദം ബ്രഹ്മാനന്ദത്തിൻ്റെ പ്രഭാത വന്ദനം. ജ്ഞാനപാനാമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ച വരികൾ, അതിൻ്റെ അർത്ഥം വിഷയാസക്തി മുഴുവൻ ഉപേക്ഷിച്ച് സ്വഗൃഹവും പരിത്യജിച്ച്, കുടുംബവും പരിത്യജിച്ച് സഞ്ചാരത്തിന് പോകാൻ തക്കവണ്ണം പ്രാപ്തനാകാത്തവർക്ക് മുക്തിക്ക് വഴിയുണ്ട്. ഭഗവൻ നാമങ്ങൾ, അതിൻ്റെ മഹാത്മ്യങ്ങൾ കേട്ടാൽ മതിയാകും എന്നാണ് കവി പറഞ്ഞത്. അടുത്ത വരികൾ നമുക്ക് ശ്രദ്ധിക്കാം. ജാതി പാർക്കിലൊരന്ത്യജനാകിലും വേദവാദി മഹീസുരനാകിലും നാവു കൂടാതെ ജാതന്മാരാകിയ മുഖരെ അങ്ങൊഴിച്ചുള്ള മനുഷ്യർ എണ്ണമറ്റ തിരുനാമമുള്ളതിൽ ഒന്നു മാത്രമൊരിക്കലൊരു ദിനം സ്വസ്ഥനായിട്ടിരിക്കുമ്പോഴെങ്കിലും സ്വപ്നത്തിൽ താനറിയാതെയെങ്കിലും മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും മറ്റൊരുത്തർക്കു വേണ്ടിയെന്നാകിലും ഏതു ദിക്കിലിരിക്കലും തന്നെ നാവു കൊണ്ടിതു ചൊല്ലിയെന്നാകിലും അതുമല്ലൊരു നേരം ഒരു ദിനം ചെവി കൊണ്ടിതു കേട്ടു എന്നാകിലും ജന്മസാഫല്യമപ്പോഴേ വന്നുപോയി ബ്രഹ്മസായുജ്യം കിട്ടിയിടുമെന്നല്ലോ ശ്രീധരാചാര്യർ താനും പറഞ്ഞതു, ബദരായണൻ താനും അരുൾ ചെയ്തു. ഗീതയും പറഞ്ഞിടുന്നതിങ്ങനെ വേദവും ബഹുമാനിച്ചു ചൊല്ലുന്നു. ആമോദം പൂണ്ടു ചൊല്ലുവിൻ നാമങ്ങൾ, ആനന്ദം പൂണ്ടു ബ്രഹ്മത്തിൽ ചേരുവാൻ. ഇവിടെ കവി പറയുന്ന വളരെ മനോഹരമായ കാര്യങ്ങളാണ്. ജാതിയിൽ ഏറ്റവും നികൃഷ്ടനായ ചണ്ടാളനോ വേദജ്ഞനായ ബ്രാഹ്മണ ശ്രേഷ്ഠനോ ആര് തന്നെ ആയാലും ജന്മന മൂകനല്ലാത്ത ഒരു മനുഷ്യൻ എണ്ണിയാൽ ഒടുങ്ങാത്ത ഭഗവൻ നാമങ്ങളുള്ളതിൽ ഏതെങ്കിലും ഒരെണ്ണം ഒരു ദിവസത്തിൽ ഒരു തവണ സ്വസ്ഥനായിരിക്കുമ്പോഴോ ഉറങ്ങുമ്പോൾ താൻ അറിയാതെ സ്വപ്നത്തിലോ പരിഹാസ രൂപത്തിലോ വേറൊരാളെ ബോധിപ്പിക്കുവാൻ ശ്രമിച്ചാൽ, ബോധിപ്പിക്കുവാൻ വേണ്ടിയോ എവിടെ വെച്ചെങ്കിലും തന്നെ നാവ് കൊണ്ട് ഉച്ചരിക്കുകയോ അതല്ല ദിവസത്തിലൊരിക്കൽ ചെവി കൊണ്ട് കേൾക്കുകയോ ചെയ്താൽ ജന്മസാഫല്യം എന്ന മോക്ഷം ലഭിച്ചുകൊള്ളും. ഈ പരമാർത്ഥത്തെ ഭാഗവത പുരാണ വ്യാഖ്യാതാവായ ശ്രീധരാചാര്യ-ആചാര്യസ്വാമികളും കൃഷ്ണദേവായനും വ്യാസഭഗവാനും ബാദരായണൻ എന്ന് പറഞ്ഞത് വ്യാസഭഗവാനെയാണ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇതുതന്നെ ഭഗവത്ഗീതയിലും വേദത്തിലും ഉദ്ഘോഷിക്കുന്നുണ്ട്. ആയതിനാൽ എല്ലാവരും സന്തോഷത്തോടെ ഭഗവൻ നാമങ്ങൾ ഉച്ചരിക്കുവാൻ, സച്ചിദാനന്ദ സ്വരൂപമായ ബ്രഹ്മത്തിൽ സായുജ്യം അടയുവാൻ ഭഗവൻ നാമങ്ങൾ ഉച്ചരിക്കുവാൻ, ബ്രഹ്മത്തിൽ സായുജ്യം അടയുവാൻ എന്നാണ് കവി പറയുന്നത്. ഇത് മുമ്പ് പല പ്രാവശ്യവും നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഈ കലിയുഗത്തിൽ നാമസങ്കീർത്തനമാണ് മോക്ഷപ്രാപ്തിക്ക് നല്ലതെന്ന് കവി പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിരുന്നു. അത് കുറച്ച് വിശദമായി പറഞ്ഞു വന്ന് മാത്രം. നാമസങ്കീർത്തനത്തിനുള്ള അധികാരം നിർണ്ണയിക്കുന്നത് ജാതിയല്ല. ജാതിയിൽ അത്യധികം അധകൃതനായ ചണ്ടാളനായാലും വളരെ ഉയർന്ന ബ്രാഹ്മണനായാലും ബ്രാഹ്മണ ശ്രേഷ്ഠനായാലും നാമസങ്കീർത്തനത്തിന് അധികാരിയാണ്. എല്ലാവർക്കും ഒരുപോലെയാണ്. ശിവപുരാണത്തിൽ മുൻജന്മത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഫലമായി ചണ്ടാലിയായി ജനിച്ച് കുഷ്ഠരോഗിണിയും അന്ധയുമായ ഒരു സ്ത്രീ ശിവരാത്രി ദിവസം
ഗോകർണത്ത് വച്ച് ശിവനാമത്തിൻ്റെ മഹാത്മ്യമൊന്നും അറിയാതെ ശിവശിവ എന്ന് ജപിച്ച കാരണം അവർക്ക് മോക്ഷം ലഭിച്ചൊരു കഥയുണ്ട്. അതുപോലെ തന്നെ ശ്രീമദ് ഭാഗവതത്തിൽ അജാമിളൻ എന്ന അജാമിള മോക്ഷം എന്നൊരു കഥയുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ രീതി തന്നെ മാറി ഒരു ശൂദ്രസ്ത്രീയുമായി രമിക്കുകയും വർഷങ്ങളോളം അവരുമായി കഴിയുകയും 82 വയസ്സോളം കഴിയുകയും കുറേ പുത്രന്മാരുണ്ടാവുകയും എല്ലാം ചെയ്തിട്ട് മരണശയ്യയിൽ കിടക്കുന്ന സമയത്ത് യമദൂതന്മാർ വന്ന സമയത്ത് അയാളുടെ മൂത്ത പുത്രനെ നാരായണൻ എന്നാണ് പേരിട്ടിരിക്കുന്നത്. നാരായണ എന്ന് വിളിച്ചു. നീ എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞു. ആ നാരായണ എന്നുള്ള ഒറ്റ വിളി കൊണ്ട് മാത്രം ഭഗവാന്റെ ദൂതന്മാർ വന്ന് വിഷ്ണുവിൻ്റെ ദൂതന്മാർ വന്ന് വിഷ്ണു രൂപികളായി തന്നെ തേജോമയികളായ അവർ വന്ന് അജാമിളനെ രക്ഷിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഒരു കഥ ഭാഗവതത്തിലുമുണ്ട്. ഇവിടെയെല്ലാം ഭഗവത് നാമങ്ങൾ ഉച്ചരിക്കുന്നതിൻ്റെ, സ്മരിക്കുന്നതിൻ്റെ, നാമസങ്കീർത്തനം ചെയ്യുന്നതിൻ്റെ സവിശേഷതകളാണ് കവി പറഞ്ഞു വയ്ക്കുന്നത്. മനസ്സിലായി കാണും എന്ന് കരുതുന്നു. ഒരു പാതാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ശാന്തിയും സമാധാനവും നിറഞ്ഞ സന്തോഷപൂർണമായ ഒരു ദിവസം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുകയും ചെയ്യുക. നമസ്കാരം. ശുഭ സുദിനം.